അൾത്താരയിൽ സ്നേഹപിതാവാ ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം അൾത്താരയിൽ സ്നേഹപിതാവാ ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം കുമ്പിടാം നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. കർത്താവിന്റെ വചനം ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നു: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കോരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. ഈശോയുടെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ വലിയ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാ ശുശ്രൂഷയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നിറയാൻ വേണ്ടി ആഗ്രഹിക്കണം. നമ്മളിലെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഒരു അഭിഷേകം സ്വന്തമാക്കുക, അഭിഷേകത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അഭിഷേകത്തോടെ അഭിഷേകമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാം തിരുവചനം. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു: എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഈശോയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യമുണ്ട്. ആ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും നിറയുന്നതിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവെ, ഓരോ ദിവസവും എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമൂഹത്തിലേക്കും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യത്തോടെ വിശ്വാസത്തോടുകൂടി എല്ലാവരും
കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമയം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്തിപ്പടരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഗാനത്തോട് ചേർന്ന് നമ്മളെല്ലാവരും വലിയ അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത യേശുവിനോട് ചേർന്ന് ഈശോയെ എന്നിലേക്കും എന്റെ ജീവിതത്തിലേക്കും എന്റെ സമൂഹത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ആത്മാവിന്റെ അഭിഷേകം കത്തിപ്പടരണമേ എന്ന് ആഗ്രഹിച്ച് ഗാനത്തോട് ചേരാം. അഭിഷേകത്തോടു കൂടി പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം ചേർന്ന് പാടിക്കോ. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറക്കേണമേ. ആമേൻ കർത്താവേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറക്കേണമേ. പരിശുദ്ധാത്മാവേ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ, ഞങ്ങളെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ഞങ്ങളുടെ സങ്കടങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും അങ്ങേ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ള വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചു. ഓ പരിശുദ്ധാത്മാവേ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചു. പരിശുദ്ധനായവനേ, പോലെ ഇറങ്ങണമേ, ആത്മാവിറങ്ങി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അഭിഷേകത്താൽ നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. വിശ്വസിക്കാം. ഇതാ തിരുവോസ്തിരുവനായ ഈശോ നമ്മുടെ കൺമുൻപിലുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിക്കും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ ആഗ്രഹിച്ച് കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാർമലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആമേൻ കർത്താവേ. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ. കാർമലിലെ പ്രാർത്ഥന
കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചു. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കട്ടെ, സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മുടെ സമൂഹം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോയിലേക്ക് കൈകൾ ഉയർത്തിക്കോ, ഈശോ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരങ്ങൾ വെച്ച് ശിശുക്കളുടെ മേൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചതുപോലെ ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആശീർവാദം ഇപ്പോൾ ഉയരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, mighty power of Lord Jesus Christ, mighty power. സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാവട്ടെ, തടസ്സങ്ങൾ മാറിപ്പോവട്ടെ, പീഡകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ മാറിപ്പോവട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാമത്തെ അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദാനവും ഉറപ്പുമാണത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ബലഹീനതകളുടെ മേൽ, കുറവുകളുടെ മേൽ, വേദനകളുടെ മേൽ, ആശങ്കകളുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്നാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഉറപ്പ്. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയവും യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയമാണിത്. ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരേ മനസ്സോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടു കൂടിയാണ് അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തില് 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. വചനം ഇപ്രകാരമാണ് പറയുന്നത്: കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്നാ പറയുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരുടെ നാവിന്റെ കെട്ടുകൾ അഴിയപ്പെട്ട് അഭിഷേകത്തോടുകൂടി ശക്തിയുള്ളവരായി തീർന്ന് അവർ ദൈവത്തെ സ്തുതിക്കുന്നതായി കാണും. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നു, ഇന്നലകളിൽ അവർക്കുണ്ടായിരുന്ന ഭയം, ആകുലത, വേദന എല്ലാം മാറിപ്പോയി. അവർ ഒരു പുതു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ശക്തന്മാരായ, ധീരന്മാരായ വക്താക്കളായി കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് മാറ്റപ്പെട്ടുവെന്നാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ ഒരു കൃപാവരത്തിന് വേണ്ടി, ഈ ഒരു പുതു സൃഷ്ടിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, 18-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദാസന്മാരുടെ മേലും ദാസികളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് ഈശോ പറയുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ എല്ലാവരിലേക്കും വർഷിക്കുമെന്ന് അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുന്നവരായി മാറാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികളായ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവിന്റെ വരദാന ഫലങ്ങൾ നമ്മളിൽ നിറഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാമത്തെ അധ്യായം 55-ാം തിരുവചനം, വചനം ഇപ്രകാരം പറയുന്നു: എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ദർശിക്കുകയും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ദൈവദർശനം സാധ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. സ്തെഫാനോസിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിലും നിറഞ്ഞ് അഭിഷേകത്തോടുകൂടി നമ്മളായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാമത്തെ അധ്യായം 17-ാം തിരുവചനം, വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതിന് തൊട്ട് പിന്നിലുള്ള 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. വചനം പറയുകയാണ്, അതിനുശേഷമാണ് സംഭവിക്കുന്നത്. എന്താണ്? പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന്. യേശുവിന്റെ ശക്തമായ ഒരു അനുഗ്രഹം, ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ശിരസ് മുതൽ എൻ്റെ ഉള്ളങ്കാൽ വരെ എൻ്റെ കർത്താവിൻ്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. റോമാക്കർക്ക് ലേഖനം അധ്യായം 8 തിരുവചനം 9 വചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. അപ്പോൾ ഒരാത്മീയ മനുഷ്യനെ തിരിച്ചറിയുക എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയുക എപ്രകാരമാണ്? ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ തൻ്റെ ജീവിതത്തിൽ
പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. തിന്മയുടെ ശക്തി ആ വ്യക്തിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ആ വ്യക്തി പ്രവർത്തിക്കുന്നത്, മറിച്ച് ആത്മീയ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയ മനുഷ്യനായേ ആ വ്യക്തി ജീവിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ മനുഷ്യനായി ജീവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തില് 12-ാമത്തെ അധ്യായത്തില് 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ, 1 കൊരിന്തോസ് 12 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളത് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചു നോക്കുക. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തങ്ങളായ ദാനങ്ങളെ കുറിച്ച് നമ്മൾ കാണും, വരങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് വരങ്ങൾ കൊടുത്ത് പ്രസാദിപ്പിക്കുക. നമ്മളും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി, ദാനങ്ങൾക്ക് വേണ്ടി, ഫലങ്ങൾക്ക് വേണ്ടി. ഗലാത്യ ലേഖനത്തില് 5-ാമത്തെ അധ്യായത്തില് 16 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളത് വായിച്ചു നോക്കുക, നമ്മൾ ധ്യാനിക്കുക. ഈ ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഭാഗമാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആയിരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ഉന്നതി പ്രാപിക്കുവാനുള്ള കൃപാവരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഗാനത്തോട് ചേരാം, പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുടരാൻ കൃപ നീ ചൊരിയണമേ. ഓ പരിശുദ്ധാത്മാവേ, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുയരാൻ കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിറഞ്ഞു കവിയട്ടെ. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഈ പുണ്യങ്ങളെല്ലാം നമ്മളിൽ നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിക്കുമെന്ന് ഉറപ്പു തരുന്നവനാണ് കർത്താവ്. ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ദാനങ്ങൾ, ആത്മാവിന്റെ വരങ്ങൾ ഞങ്ങളിൽ വ്യാപരിക്കുവാൻ വേണ്ടി, ഞങ്ങളിൽ നിറഞ്ഞു കവിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകമുള്ളവരായി ഞങ്ങളെ വളർത്തണമേ, ആത്മീയ മനുഷ്യരായി ഞങ്ങളെ വളർത്തണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. ഓ പരിശുദ്ധാത്മാവേ, ജോർദാൻ
ആദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ശക്തി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി ഹല്ലേലൂയ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്നോളൂ. ഹല്ലേലൂയ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഈശോ പരിശുദ്ധാത്മാവേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. വ്യക്തിപരമായ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ യേശുവേ യേശുവേ. സൗഖ്യത്തിന്റെ അനുഭവം, രോഗശാന്തികൾ സംഭവിക്കട്ടെ. ബന്ധതകർച്ചകളുടെ മേഖലകളിൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഹൃദങ്ങളുടെ മേഖലകളിൽ ഈശോ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പഠിക്കുന്ന മക്കളുടെ മേൽ ഈശോ ഇടപെടട്ടെ. യുവതിയുവാക്കളുടെ മേൽ ഈശോ ഇടപെടട്ടെ. പുരോഹിതരുടെ മേൽ, സിസ്റ്റേഴ്സിന്റെ മേൽ ഈശോ ഇടപെടട്ടെ. പുരോഹിതരെ സ്പർശിക്കട്ടെ. സന്യസ്തരെ സ്പർശിക്കണമേ കർത്താവേ. ആത്മായ സഹോദരങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിന്മയുടെ കെട്ടുകളെല്ലാം അഴിയട്ടെ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെയും, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം അധ്യായം 5 തിരുവചനങ്ങൾ 16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, അവ എന്തെല്ലാം ആണ് എന്നുള്ളത്. ജഡത്തിന്റെ വ്യാപാരങ്ങൾക്ക് അനുരൂപപ്പെടുന്ന വ്യക്തികൾ ജഡിക മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവാണ് നിറയേണ്ടത്. അപ്പോൾ എന്നിലൂടെ പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. നമ്മൾ എന്നും ഇതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് എന്നും ജ്വലിക്കുവാൻ വേണ്ടി, നവീകരിക്കപ്പെടുവാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ശിഷ്യ സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശിഷ്യരുടെ മേൽ വ്യാപരിച്ചപ്പോൾ, ശിഷ്യന്മാരിലൂടെ ആത്മാവ് പ്രവർത്തിച്ചു. യേശുവിന്റെ ശക്തമായ ഇടപെടൽ ശിഷ്യരിലുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അനേകരിലേക്ക് സൗഖ്യത്തിന്റെ അനുഭവം കടന്നു ചെന്നു. അനേകരിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം കടന്നു ചെന്ന് മാനസാന്തരപ്പെട്ടു. നമ്മളും പ്രാർത്ഥിക്കുക, എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ഞാനും മറ്റുള്ളവരും എന്നും നവീകരിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം, കൃപയിൽ ജ്വലിക്കണം. നമുക്കെല്ലാവർക്കും
നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം ഓരോ ദിവസവും ഞങ്ങളിൽ നിക്ഷേപിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസത്തിലും ഓരോ പ്രഭാതവും പുതിയതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. പുത്തൻ അഭിഷേകം തന്ന്, പുതിയ ഉണർവ് തന്ന് എന്നും ചൈതന്യത്തിൽ ഞങ്ങളെ വളർത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറവുകളുള്ളവരാണ്, ബലഹീനരാണ് ഞങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ കർത്താവേ, അങ്ങയുടെ മുന്നിലാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഞങ്ങളെ നയിക്കണമേ, പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ, നിത്യരക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം, പുതു ചൈതന്യം, പുതു സൃഷ്ടി നമ്മളിൽ നിറഞ്ഞ് നമ്മൾ ജ്വലിക്കട്ടെ. ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിലും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും എന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സമയം പാടുന്ന ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളും പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അവിടുത്തെ ആശീർവാദം നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന